എക്സലന്റ് ഗൈഡ് മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ അജയ് ആനന്ദ്. എക്സൽ ഉപയോഗിക്കുന്ന എല്ലാ ആളുകളും, അതായത് ഓരോ എക്സൽ യൂസറും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ടുന്ന 7 ടൂളുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ആ 7 ടൂളുകൾ ഇവയൊക്കെയാണ്: ടെക്സ്റ്റ് കോളംസ്, സോർട്ട്, ഫിൽറ്റർ, റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ്, ഫ്ലാഷ് ഫിൽ, കണ്ടീഷൻ ഫോർമാറ്റിംഗ്, ഡേറ്റ വാലിഡേഷൻ. ഈ 7 ടൂളുകളും എങ്ങനെയാണ്, എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ടെക്സ്റ്റ് കോളംസ്. ഒരു കോളത്തിലുള്ള ഡേറ്റയെ അവയ്ക്കിടയിലുള്ള ഡീലിമിറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് കോമ, സ്പേസ്, കോളൻ പോലെയുള്ള ഡീലിമിറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ പല കോളങ്ങളിലേക്ക് സ്പ്ലിറ്റ് ചെയ്യാനാണ് എക്സലിലെ ടെക്സ്റ്റ് കോളംസ് എന്ന ഫീച്ചർ ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് ഇവിടെയുള്ള ഡേറ്റ നോക്കുക. ലോകത്തിലെ ടോപ്പ് 10 കമ്പനീസിൻ്റെ അഡ്രസ്സുകളാണ് ഈ കാണുന്നത്. ആദ്യം കമ്പനി നെയിം, കോമ, ലൊക്കാലിറ്റി, കോമ, സ്റ്റേറ്റ്, കോമ, പിന്നീട് രാജ്യത്തിൻ്റെ പേര്. ഇനി ഈ കാണുന്ന ഡേറ്റയിൽ നിന്നും കമ്പനി നെയിം, ലൊക്കാലിറ്റി, സ്റ്റേറ്റ്, കൺട്രി നെയിം എന്നിവ 4 കോളങ്ങളിലേക്ക് കിട്ടാനായിട്ട് ഈ ഡേറ്റ സെലക്ട് ചെയ്യുന്നു. ഡേറ്റ ടാബിൽ പോവുക. ടെക്സ്റ്റ് കോളംസ്. ടെക്സ്റ്റ് കോളംസ് വിസാർഡ് ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടു. ഡീലിമിറ്റഡ്. നമ്മൾ സെലക്ട് ചെയ്ത ഡേറ്റയുടെ പ്രിവ്യൂ ആണ് ഈ കാണുന്നത്. നെക്സ്റ്റ്. ഇനി ഈ ഡേറ്റയെ ഏത് ഡീലിമിറ്ററിൻ്റെ അടിസ്ഥാനത്തിലാണോ സ്പ്ലിറ്റ് ചെയ്യേണ്ടത് ആ ഡീലിമിറ്റർ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ഈ കേസിൽ കോമയാണ് ഡീലിമിറ്റർ. കോമ. നോക്കുക, നമ്മൾ സെലക്ട് ചെയ്ത ഡീലിമിറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഡേറ്റയെ സ്പ്ലിറ്റ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവുമോ അതിൻ്റെ പ്രിവ്യൂ ആണ് ഈ കാണുന്നത്. നെക്സ്റ്റ്. സ്പ്ലിറ്റ് ചെയ്യുന്ന ഡേറ്റയെ എവിടെ പ്ലേസ് ചെയ്യണം അല്ലെങ്കിൽ എവിടെ ഇൻസേർട്ട് ചെയ്യണം എന്ന് ഡിഫൈൻ ചെയ്യാനാണ് ഈ ഇൻപുട്ട് ബോക്സ്. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. D3 എന്ന സെല്ല് സെലക്ട് ചെയ്യുന്നു. ഫിനിഷ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഡേറ്റയിൽ നിന്നും കമ്പനി നെയിം, ലൊക്കാലിറ്റി, സ്റ്റേറ്റ്, കൺട്രി നെയിം എന്നിവ 4 കോളങ്ങളിലേക്ക് കിട്ടിയത് കാണാം. സോർട്ട്. ഒരു ഡേറ്റാ സെറ്റിലെ വാല്യൂസിനെ അവയുടെ ആൽഫബറ്റിക്, റിവേഴ്സ് ആൽഫബറ്റിക്, അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യാനാണ് എക്സലിലെ സോർട്ട് എന്ന ടൂൾ ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് ഇവിടെയുള്ള ഡേറ്റ നോക്കുക. ഒരു പർട്ടിക്കുലർ കമ്പനിയിലെ എംപ്ലോയി ഡീറ്റെയിൽസ് ആണ് ഈ കാണുന്നത്. ആദ്യത്തെ കോളത്തിൽ എംപ്ലോയീസിൻ്റെ പേരുകൾ, രണ്ടാമത്തെ കോളത്തിൽ ജോയിനിങ് ഡേറ്റ്, മൂന്നാമത്തെ കോളത്തിൽ ഡിപ്പാർട്ട്മെൻറ്റ്, നാലാമത്തെ കോളത്തിൽ സാലറി. ഇനി ഈ ടേബിളിനെ ഇവിടെയുള്ള എംപ്ലോയികളുടെ പേരുകളുടെ ആൽഫബറ്റിക് ഓർഡറിൻ്റെ അടിസ്ഥാനത്തിൽ സോർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. ഈ സെല്ലുകളിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. ഡേറ്റ ടാബിൽ പോവുക. സോർട്ട്. നോക്കുക, സോർട്ട് എന്ന ഡയലോഗ് ബോക്സ് വന്നു. നമുക്ക് ഈ ഡേറ്റയെ എംപ്ലോയി നെയിംസിൻ്റെ ആൽഫബറ്റിക് ഓർഡറിൻ്റെ അടിസ്ഥാനത്തിലാണ് സോർട്ട് ചെയ്യേണ്ടത്. ഇവിടെ നിന്ന് എംപ്ലോയി നെയിംസ് കണ്ടെയ്ൻ ചെയ്യുന്ന കോളം സെലക്ട് ചെയ്യുക. നെയിം, സെൽ വാല്യൂസ്. ആൽഫബറ്റിക് ഓർഡറിൻ്റെ അടിസ്ഥാനത്തിലാണ് സോർട്ട് ചെയ്യേണ്ടതെങ്കിൽ A to Z, റിവേഴ്സ് ആൽഫബറ്റിക് ഓർഡറിൻ്റെ അടിസ്ഥാനത്തിലാണ് സോർട്ട് ചെയ്യേണ്ടതെങ്കിൽ Z to A. നമുക്ക് ആൽഫബറ്റിക് ഓർഡറാണ് വേണ്ടത്, A to Z. ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കുക, ഇവിടെ ഉണ്ടായിരുന്ന ഡേറ്റ എംപ്ലോയി നെയിംസിൻ്റെ ആൽഫബറ്റിക് ഓർഡറിൻ്റെ അടിസ്ഥാനത്തിൽ സോർട്ട് ചെയ്യപ്പെട്ടത് കാണാം. ഇനി ഈ ഡേറ്റയെ ഈ കാണുന്ന സാലറികളുടെ അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യണമെങ്കിൽ, അതായത് ഏറ്റവും കുറഞ്ഞ സാലറി മുകളിലും ഏറ്റവും കൂടിയ സാലറി ഉള്ളവരുടെ ഡീറ്റെയിൽസ് താഴെയും വരുന്ന രീതിയിൽ ഈ ഡേറ്റയെ സോർട്ട് ചെയ്യണമെങ്കിൽ വീണ്ടും സോർട്ട്. സാലറി ഉള്ളത് ഗ്രോസ് സാലറി എന്ന കോളത്തിലാണ്. ഗ്രോസ് സാലറി. നോക്കുക, സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ്, ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ്. നമുക്ക് ഏറ്റവും കുറഞ്ഞ സാലറി മുകളിലാണ് വേണ്ടത്, അതായത് അസെൻഡിങ് ഓർഡറിലാണ് സോർട്ട് ചെയ്യേണ്ടത്. സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ്. ഓക്കെ. നോക്കുക, ഏറ്റവും കുറവ് സാലറി ഉള്ളവരുടെ ഡീറ്റെയിൽസ് മുകളിലും കൂടുതൽ സാലറി ഉള്ളവരുടെ ഡീറ്റെയിൽസ് താഴെയും വന്ന് കാണാം. ഇനി ഈ ടേബിളിനെ വീണ്ടും സെൽ ബാക്ക്ഗ്രൗണ്ട് കളറുകളുടെ അടിസ്ഥാനത്തിൽ സോർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. വീണ്ടും ഈ സെല്ലുകളിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുന്നു. സോർട്ട്. കളേർഡ് ആയിട്ടുള്ള സെല്ലുകളുള്ളത് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന കോളത്തിലാണ്. ഡിപ്പാർട്ട്മെൻറ്റ്. ഇവിടെ സെൽ വാല്യൂസിന് പകരം സെൽ കളർ സെലക്ട് ചെയ്യുക. യെല്ലോ കളറിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന സെല്ലുകൾ മുകളിൽ കിട്ടാനായിട്ട് യെല്ലോ കളർ സെലക്ട് ചെയ്യുന്നു. വീണ്ടും ഈ സോർട്ടിംഗ് ലെവലിൻ്റെ ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്യാനായിട്ട് കോപ്പി ലെവൽ. അടുത്ത ലൈറ്റ് ബ്ലൂ കളർ സെലക്ട് ചെയ്യുന്നു. ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കുക, യെല്ലോ ബാക്ക്ഗ്രൗണ്ട് കളറുള്ള സെല്ലുകളും അവയ്ക്ക് നേരെയുള്ള റെക്കോർഡ്സും ഏറ്റവും മുകളിലും, അതിനുശേഷം ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് കളറിലുള്ള സെല്ലുകളും അവയ്ക്ക് നേരെയുള്ള റെക്കോർഡ്സും വന്ന് കാണാം. ഫിൽറ്റർ.
ഒരു ഡേറ്റാ സെറ്റിൽ നിന്നും നമ്മൾക്ക് ആവശ്യമുള്ള റെക്കോർഡ്സും മാത്രമായിട്ട് ഫിൽട്ടർ ചെയ്തെടുക്കാനാണ് എക്സലിലെ ഫിൽറ്റർ ടൂൾ ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് ഇവിടെയുള്ള ഡേറ്റ നോക്കുക. ഒരു പർട്ടിക്കുലർ കമ്പനി അവരുടെ പല പ്രോഡക്റ്റ്സ് പല സിറ്റികളിലായിട്ട് സെല്ല് ചെയ്തതിൻ്റെ റെക്കോർഡ്സാണ് ഈ കാണുന്നത്. ഇനി ഈ റെക്കോർഡ്സിൽ നിന്നും മുംബൈ ലൊക്കേഷനിൽ നടന്ന സെയിൽസിൻ്റെ ഡീറ്റെയിൽസ് മാത്രമായിട്ട് ഫിൽട്ടർ ചെയ്തെടുക്കണമെന്ന് വിചാരിക്കുക. അതിനായിട്ട് ഈ സെല്ലുകളിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക, ഡേറ്റ ടാബിൽ പോവുക, ഫിൽറ്റർ നോക്കുക. എല്ലാ കോളം ഹെഡറിനും നേരെ ഫിൽറ്റർ ഹെഡ് വന്ന് കാണാം. നമുക്കിവിടെ മുംബൈ ലൊക്കേഷനിൽ നടന്ന സെയിൽസ് മാത്രമാണ് ഫിൽറ്റർ ചെയ്യേണ്ടത്. ലൊക്കേഷന് നേരെയുള്ള ഫിൽറ്റർ ഹെഡിൽ ക്ലിക്ക് ചെയ്യുക. സെലക്ട് ഓൾ എന്ന ചെക്ക് ബോക്സ് അൺമാർക്ക് ചെയ്യുക. മുംബൈ എന്ന ചെക്ക് ബോക്സ് മാർക്ക് ചെയ്യുക. ഓക്കെ. നോക്കുക, മുംബൈ ലൊക്കേഷനിൽ നടന്ന സെയിൽസിൻ്റെ റെക്കോർഡ്സും മാത്രമായിട്ട് ഫിൽറ്റർ ചെയ്യപ്പെട്ടു. ഇനി മുംബൈ ലൊക്കേഷനിൽ നടന്ന സ്മാർട്ട് വാച്ചിൻ്റെ സെയിൽസ് മാത്രം മതിയെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ കാറ്റഗറിക്ക് നേരെയുള്ള ഫിൽറ്റർ ഹെഡിൽ ക്ലിക്ക് ചെയ്യുക. സെലക്ട് ഓൾ, സ്മാർട്ട് വാച്ച്. ഓക്കെ. നോക്കുക, മുംബൈ ലൊക്കേഷനിൽ നടന്ന സ്മാർട്ട് വാച്ചിൻ്റെ സെയിൽസാണ് കാണുന്നത്. ഇനി ഈ ഫിൽറ്റർ റിമൂവ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ഫിൽറ്റർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, അതല്ലെങ്കിൽ Ctrl+Shift+L. ഡേറ്റയിൽ ഫിൽറ്റർ അപ്ലൈ ചെയ്യാനായിട്ടും ഇതേ ഷോർട്ട് കട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഈ സെല്ലുകളിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുന്നു, Ctrl+Shift+L. നോക്കുക, എല്ലാ കോളം ഹെഡറിനും നേരെ ഫിൽറ്റർ ഹെഡ് വന്ന് കാണാം. റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ്. ഒരു ഡേറ്റാ സെറ്റിൽ നിന്നും ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ്സ് ഒഴിവാക്കാനായിട്ടാണ് എക്സലിലെ റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ് എന്ന ഫീച്ചർ ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് ഇവിടെയുള്ള ഡേറ്റ നോക്കുക. ഒരു പർട്ടിക്കുലർ കമ്പനി അവരുടെ പല പ്രോഡക്ട്സ് പല ലൊക്കേഷൻസിലായിട്ട് സെല്ല് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസാണ് കാണുന്നത്. ഇനി ഈ ലൊക്കേഷൻസിൻ്റെ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മുംബൈ, ബാംഗ്ലൂർ, ഹൈദരാബാദ്, ബീജിംഗ് തുടങ്ങിയുള്ള ലൊക്കേഷൻസ് കാണാം. പക്ഷേ ഈ ലൊക്കേഷൻസ് ഓരോന്നും പല തവണ റിപ്പീറ്റ് ചെയ്തു വരുന്നുണ്ട്. സോ ഈ കോളത്തിൽ നിന്നും ഡ്യൂപ്ലിക്കേറ്റ്സ് ഒഴിവാക്കിക്കൊണ്ട് ലൊക്കേഷൻസിൻ്റെ ഒരു യുണീക്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ കോളം ഞാൻ ഇവിടെ നിന്ന് കോപ്പി ചെയ്യുന്നു, Ctrl+C, ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു, Ctrl+V. ഇനി ഈ സെല്ലുകളിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. ഡേറ്റ ടാബിൽ റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ്. നോക്കുക, റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ് എന്ന ഡയലോഗ് ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടു. ലൊക്കേഷൻസ് കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകൾ ഓട്ടോമാറ്റിക്കലി സെലക്ട് ചെയ്യപ്പെട്ടത് കാണാം. ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 38 ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഫൗണ്ട് ആൻഡ് റിമൂവ്ഡ്, 8 യുണീക്ക് വാല്യൂസ് റിമൈൻ. അതായത് ലൊക്കേഷൻസ് എന്ന കോളത്തിൽ നിന്നും ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് പോയിട്ട് ലൊക്കേഷൻസിൻ്റെ ഒരു യുണീക്ക് ലിസ്റ്റ് നമുക്കിവിടെ കിട്ടി. ഇനി ഒന്നിലധികം കോളങ്ങളിൽ നിന്ന് ഡ്യൂപ്ലിക്കേറ്റ്സ് റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വീണ്ടും മറ്റൊരു സെയിൽസ് റിപ്പോർട്ട്. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള ഓരോ റെക്കോർഡും പല തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കാണാം. സോ ഈ കാണുന്ന ഡേറ്റയിൽ നിന്നും ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ്സ് ഒഴിവാക്കാനായിട്ട് ഈ സെല്ലുകളിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക, റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ്. റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ് എന്ന ഡയലോഗ് ബോക്സ് ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടു. നമ്മുടെ എൻറ്റയർ ഡേറ്റ സെറ്റ് ഓട്ടോമാറ്റിക്കലി സെലക്ട് ചെയ്യപ്പെട്ടത് കാണാം. അതോടൊപ്പം ഈ ഡേറ്റയിലെ എല്ലാ കോളം ഹെഡറുകളും ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ 40 ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഫൗണ്ട് ആൻഡ് റിമൂവ്ഡ്, 26 യുണീക്ക് വാല്യൂസ് റിമൈൻ. ഓക്കെ. നോക്കുക, ഇവിടെയുള്ള ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഡിലീറ്റ് ചെയ്യപ്പെട്ടത് കാണാം. ഫ്ലാഷ് ഫിൽ. നമ്മൾ എക്സലിന് കാണിച്ചു കൊടുക്കുന്നൊരു പാറ്റേൺ അങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്യാനാണ് ഫ്ലാഷ് ഫിൽ എന്ന ടൂൾ ഉപയോഗിക്കുന്നത്. തികച്ചും മാജിക്കൽ എന്ന് തന്നെ പറയാവുന്ന ഒരു ടൂളാണിത്. ഫ്ലാഷ് ഫിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. ഈ കാണുന്ന പേരുകളിൽ നിന്നും ഫസ്റ്റ് നെയിം മാത്രമായിട്ട് ഇങ്ങോട്ടേക്ക് കിട്ടാനായിട്ട് ആദ്യത്തെ പേരിൽ നിന്നും ഫസ്റ്റ് നെയിം മാത്രമായിട്ട് ഞാനിവിടെ എടുത്ത് എഴുതുന്നു, സച്ചിൻ. എൻ്റർ. ഡേറ്റ ടാബിൽ പോവുക. ഫ്ലാഷ് ഫിൽ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കുക, ഈ പേരുകളിൽ നിന്നും ഫസ്റ്റ് നെയിം മാത്രമായിട്ട് ഇങ്ങോട്ടേക്ക് കിട്ടി. ഇനി ലാസ്റ്റ് നെയിമാണ് വേണ്ടതെങ്കിൽ ഈ പേരുകളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ലാസ്റ്റ് നെയിം ഇവിടെ എടുത്ത് എഴുതുന്നു. വീണ്ടും ഫ്ലാഷ് ഫിൽ. നോക്കുക, ലാസ്റ്റ് നെയിംസും മാത്രമായിട്ട് ഇങ്ങോട്ടേക്ക് കിട്ടി. ഇനി ഇനീഷ്യൽസ് ആണ് വേണ്ടതെങ്കിൽ ഇനീഷ്യൽസ് എടുത്ത് എഴുതുന്നു, എൻ്റർ. Ctrl+E ആണ് ഫ്ലാഷ് ഫില്ലിൻ്റെ ഷോർട്ട് കട്ട്, Ctrl+E. നോക്കുക, ഈ പേരുകളുടെ ഇനീഷ്യൽസ് മാത്രമായിട്ട് ഇങ്ങോട്ടേക്ക് കിട്ടി. ഇനി ഈ പേരുകളെ അപ്പർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ, അതായത് ഈ പേരുകളിലെ എല്ലാ അക്ഷരങ്ങളും വലിയ അക്ഷരങ്ങളാക്കി മാറ്റണമെങ്കിൽ എൻ്റർ, Ctrl+E. നോക്കുക, ഇവിടെയുള്ള എല്ലാ പേരുകളും അപ്പർ കേസിലേക്ക് മാറിയത് കാണാം.
ഇനി പേരുകളെ ലോവർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ, അതായത് അക്ഷരങ്ങളെല്ലാം ചെറിയ അക്ഷരങ്ങളാക്കി മാറ്റണമെങ്കിൽ ഫ്ലാഷ് ഫിൽ. കണ്ടീഷണൽ ഫോർമാറ്റിംഗ്. ഒരു ഡേറ്റാ സെറ്റിൽ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന സെല്ലുകളെ ഹൈലൈറ്റ് ചെയ്യാനായിട്ടാണ് എക്സലിലെ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് ഇവിടെയുള്ള ഡേറ്റ നോക്കുക. ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ എംപ്ലോയി ഡീറ്റെയിൽസ് ആണ് കാണുന്നത്. ആദ്യത്തെ കോളത്തിൽ എംപ്ലോയീസിൻ്റെ പേരുകൾ, രണ്ടാമത്തെ കോളത്തിൽ ഡേറ്റ് ഓഫ് ജോയിനിങ്, മൂന്നാമത്തെ കോളത്തിൽ സാലറി, നാലാമത്തെ കോളത്തിൽ ട്രാവൽ അലവൻസ്. ഇനി ഈ ഡേറ്റയിൽ നിന്നും 2012-നും 2016-നും ഇടയിൽ ജോയിൻ ചെയ്ത ആളുകളെ കണ്ടെത്തണമെന്ന് വിചാരിക്കുക. അതായത് ജനുവരി 1, 2012-നും 31, 12, 2016-നും ഇടയിൽ ജോയിൻ ചെയ്ത ആളുകളെ കണ്ടെത്തണമെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ജോയിനിങ് ഡേറ്റ്സ് കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യുക. കണ്ടീഷണൽ ഫോർമാറ്റിംഗ്, ഹൈലൈറ്റ് സെൽസ് റൂൾസ്, ബിറ്റ്വീൻ 1/1/2012, 31/12/2016. ഗ്രീൻ ഫിൽ വിത്ത് ഡാർക്ക് ഗ്രീൻ ടെക്സ്റ്റ്. ഓക്കെ, നോക്കുക, നമ്മൾ പറഞ്ഞ ഡേറ്റുകൾക്കിടയിൽ ജോയിൻ ചെയ്ത ആളുകളുടെ ഡീറ്റെയിൽസ് ആണ് കാണുന്നത്. ഇനി ഈ പറഞ്ഞ ഡേറ്റുകൾക്കിടയിൽ ഒരു ഡേറ്റ് ഞാനിവിടെ എൻ്റർ ചെയ്തു എന്ന് വിചാരിക്കാം. 2015. ആ സെല്ലും ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് കാണാം. ഇനി ഈ കാണുന്ന ട്രാവൽ അലവൻസുകളിൽ ഏറ്റവും വലിയ 3 വാല്യൂസ് ഹൈലൈറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു. കണ്ടീഷണൽ ഫോർമാറ്റിംഗ്, ടോപ്പ് ബോട്ടം റൂൾസ്, ടോപ്പ് 10 ഐറ്റംസ്, 10-ന് പകരം 3, യെല്ലോ ഫിൽ വിത്ത് ഡാർക്ക് യെല്ലോ ടെക്സ്റ്റ്. ഓക്കെ, നോക്കുക, ഈ വാല്യൂസിലെ ഏറ്റവും വലിയ 3 വാല്യൂസാണ് ഈ കാണുന്നത്. ഇനി ഇവിടെ ഈ വാല്യൂസിനേക്കാൾ വലിയൊരു വാല്യൂ ഉപയോഗിക്കുന്നു എന്ന് വിചാരിക്കുക. നോക്കുക, ആ സെല്ല് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് കാണാം. ഇനി ഇവയിലെ ഏറ്റവും ചെറിയ 3 വാല്യൂസ് കിട്ടണമെങ്കിൽ കണ്ടീഷണൽ ഫോർമാറ്റിംഗ്, ടോപ്പ് ബോട്ടം റൂൾസ്, ബോട്ടം 10 ഐറ്റംസ്, 3. ഓക്കെ, ഡേറ്റ വാലിഡേഷൻ. എക്സലിൽ ഡേറ്റ എൻട്രി എളുപ്പമാക്കാൻ സഹായിക്കുന്ന ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് പ്രധാനമായിട്ടും ഡേറ്റ വാലിഡേഷൻ ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് ഇവിടെയുള്ള ഈ ടേബിൾ നോക്കുക. ആർട്സ്, സയൻസ്, എഞ്ചിനീയറിംഗ് എന്നിങ്ങനെ പല കോഴ്സുകൾക്കായിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ള ചില സ്റ്റുഡൻസിൻ്റെ ലിസ്റ്റാണ് ഈ കാണുന്നത്. ഇനി ഈ കാണുന്ന സെല്ലുകളിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുന്നു. നോക്കുക, ഈ സെല്ലിൻ്റെ വലതുവശത്തായിട്ട് ഒരു ആരോ വന്നാൽ കാണാം. ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ്, ആർട്സ്, സയൻസ് എന്നിങ്ങനെ 3 ഓപ്ഷൻസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് കാണാം. ഇവയിൽ നിന്നും ഞാൻ എഞ്ചിനീയറിംഗ് സെലക്ട് ചെയ്യുന്നു. വീണ്ടും മറ്റൊരു സെല്ല് ആർട്സ്. അതായത് ഈ കാണുന്ന സെല്ലുകളിൽ നമുക്ക് വാല്യൂസ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. സെല്ല് സെലക്ട് ചെയ്ത ശേഷം ഇവിടെയുള്ള ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്നും നമ്മൾക്ക് ഇഷ്ടമുള്ള വാല്യൂ സെലക്ട് ചെയ്യാവുന്നതാണ്. അടുത്ത കോളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മെയിൽ, ഫീമെയിൽ, അതർ. അടുത്ത കോളത്തിൽ വന്നു കഴിഞ്ഞാൽ ഏജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. ഇനി ഡേറ്റ വാലിഡേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ കാണുന്ന സെല്ലുകളിൽ എഞ്ചിനീയറിംഗ്, സയൻസ്, ആർട്സ് എന്നിങ്ങനെ 3 ഓപ്ഷൻസ് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ വേണ്ടുന്ന ഐറ്റംസ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എഞ്ചിനീയറിംഗ്, ആർട്സ്, സയൻസ്. ഇനി ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് വേണ്ടുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യുക. ഡേറ്റ ടാബിൽ പോവുക. ഡേറ്റ വാലിഡേഷൻ. ഡേറ്റ വാലിഡേഷൻ എന്ന ഡയലോഗ് ബോക്സിൽ വാലിഡേഷൻ ക്രൈറ്റീരിയ, ഇവിടെ നിന്നും ലിസ്റ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഈ കാണുന്ന ഇൻപുട്ട് ബോക്സിലാണ് നമ്മൾക്ക് ആവശ്യമുള്ള ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൻ്റെ സോഴ്സ് സ്പെസിഫൈ ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഈ ആരോയിൽ ക്ലിക്ക് ചെയ്യുന്നു. ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ്, ആർട്സ്, സയൻസ് എന്നിങ്ങനെ 3 ഓപ്ഷൻസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് കാണാം.
ഇനി ഇതിനിടയിൽ പുതിയൊരു ഓപ്ഷൻ കൂടി ആഡ് ചെയ്യണമെങ്കിൽ ഈ സെല്ലുകൾ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നു. കൊമേഴ്സ്. ഇനി ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയതായിട്ട് ആഡ് ചെയ്ത ഓപ്ഷൻ കാണാം. ഇനി സോഴ്സിൻ്റെ സ്ഥാനത്ത് ഡയറക്റ്റായിട്ട് വാല്യൂസ് ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റുകൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ കാണുന്ന സെല്ലുകളിൽ മെയിൽ, ഫീമെയിൽ, അതർ എന്നിങ്ങനെ ഓപ്ഷൻസ് വരുന്ന ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു. ഡേറ്റ വാലിഡേഷൻ, ലിസ്റ്റ്. ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ വേണ്ടുന്ന വാല്യൂസ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മെയിൽ, കോമ, ഫീമെയിൽ, കോമ, അതർ. ഓക്കെ. നോക്കുക, മെയിൽ, ഫീമെയിൽ, അതർ എന്നീ ഓപ്ഷൻസ് ഇവിടെ വന്നാൽ കാണാം. ഇനി പ്രായം സെലക്ട് ചെയ്യാനുള്ള ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് 17, 18, അതായത് 17 തുടങ്ങി 30 വരെയുള്ളൊരു നമ്പർ സീരീസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് വേണ്ടുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു. ഡേറ്റ വാലിഡേഷൻ, ലിസ്റ്റ്. ഈ കാണുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യുക. ഓക്കെ. എക്സലിലെ ഏറ്റവും പ്രധാനപ്പെട്ട 7 ടൂളുകളെക്കുറിച്ച് വളരെ പെട്ടെന്നൊന്ന് പറഞ്ഞു പോവുക മാത്രമാണ് ഞാൻ ചെയ്തത്. ഈ ഓരോ ടൂളിനെയും കുറിച്ച് വളരെ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസ് ഈ ചാനൽ അവൈലബിൾ ആണ്. സമയം കിട്ടുന്ന മുറയ്ക്ക് അവയൊന്ന് കയറി കാണുക, പ്രാക്ടീസ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. വിഷ് യു എ ഗ്രേറ്റ് ഡേ.